രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മധുരമായിട്ടാണ്, ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കടിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്നും. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ ആ 2 മുട്ട ഒരു ബൗളെടുത്ത് അതിലേക്ക് ആദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമ്മളിനി 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ നെയ്യ് ഒരുക്കി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ക്വാണ്ടിറ്റി ഒന്നുമില്ല, നമുക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്, ഏത്തപ്പഴം. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പഴം നല്ലപോലെ വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 മുതൽ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യ് ആ കുഴികളിലാക്കി കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമ്മുടെ കൂട്ട് ഒരു സ്പൂണ് മാത്രം മതി, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും നമുക്ക് വെന്ത് വരണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 1-1.5 മിനിറ്റോളം മാത്രം മതി. അപ്പോൾ ചൂട് കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഒരു വശമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം ആവശ്യമില്ല, അപ്പം തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. അത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ആവശ്യം. അതുപോലെ ഉണ്ടാക്കാൻ അധികം സമയം ആവശ്യമില്ല. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മൾ കിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.